നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 128. പൂർണ്ണ സന്തിന്റെ തിരിച്ചറിയൽ. പൂർണ്ണ സന്തിനെ എങ്ങനെ തിരിച്ചറിയാം? പവിത്ര സദ്ഗ്രന്ഥങ്ങളിൽ നിന്ന് ശരിയായ സന്തിനെ തിരിച്ചറിയാനുള്ള വഴി. വേദങ്ങളിലും ഗീത മുതലായ പവിത്ര ഗ്രന്ഥങ്ങളിലും ഇതിന് തെളിവ് കിട്ടുന്നുണ്ട്. എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ഹാനി സംഭവിക്കുന്നുവോ, അധർമ്മം വർദ്ധിക്കുന്നുവോ, വർത്തമാന കാലഘട്ടത്തിലെ വ്യാജ കള്ള സന്യാസിമാർ, സന്ത്, മഹന്ത്, ഗുരുക്കന്മാർ എന്നിവരാൽ യഥാർത്ഥ ഭക്തിമാർഗത്തെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ ഭക്തിമാർഗം പ്രചരിപ്പിക്കുന്നുവോ, അപ്പോൾ വീണ്ടും പരമേശ്വർ സ്വയം ഭൂമിയിൽ വന്നിട്ട്, അഥവാ തന്റെ പരമജ്ഞാനിയായ ഭക്തൻ മുഖാന്തിരമോ യഥാർത്ഥ ജ്ഞാനവും ഭക്തിമാർഗവും ഉപദേശിക്കുന്നു. എന്നാൽ ആ യഥാർത്ഥ ഗുരുവിനെ തിരിച്ചറിയാതെ രാജാക്കന്മാരും പ്രജകളും എതിർക്കുകയും ആ യഥാർത്ഥ ഗുരുവിൽ അപവാദങ്ങൾ ചുമത്തി ആക്രമിക്കുകയും ചെയ്യുന്നു. കബീർ സാഹിബ് തന്റെ വാണിയിൽ പറയുന്നു, "ജോ മം സന്ത് സത് ഉപദേശ ദഢാവെ ബതാവെ, വാകെ സംഗ് സഭി രാഡ് ബഢാവെ, യാ സബ് സന്ത് മെഹന്തൻ കി കർണി, ധർമ്മദാസ് മേത്തോ സെ വർണി." കബീർ സാഹിബ് തന്റെ പ്രിയ ശിഷ്യനായ ധർമ്മദാസനോട് ഈ വാണിയിൽ കൂടി മനസ്സിലാക്കിപ്പിക്കുന്നു, എന്റെ സന്ത് സത് ഭക്തിമാർഗത്തെ പറയും. അയാളെ എല്ലാ സന്തും മഹന്തും എതിർക്കും, വഴക്കുണ്ടാക്കും. അവർ അയാളെ തിരിച്ചറിയും. മറ്റൊരു ഉദാഹരണം, അയാൾ എല്ലാ ധർമ്മഗ്രന്ഥങ്ങളും അറിയുന്നവനായിരിക്കും. അതിന് ഉദാഹരണം സദ്ഗുരു ഗരീബ് ദാസിന്റെ വാണി. സദ്ഗുരു കെ ലക്ഷൺ കഹും, മധുരേ ബാൻ വിനോദ്, ചാർ വേദ് ഷട്ട് ശാസ്ത്ര കഹെ 18 ബോധ്. സദ്ഗുരു ഗരീബ് ദാസ് ജി മഹാരാജ തന്റെ വാക്കുകളിൽ പൂർണ്ണ സന്തിന്റെ തിരിച്ചറിയൽ പറയുന്നു. പൂർണ്ണ സന്തിന് 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും എന്നീ എല്ലാ ഗ്രന്ഥങ്ങളുടെയും പൂർണ്ണ അറിവുണ്ടാകും. അതായത് അവയുടെ എല്ലാം സാരാംശം പറയും. യജുർവേദം അധ്യായം 19 മന്ത്രം 25-26 എഴുതിയിട്ടുണ്ട്. എന്തെന്നാൽ വേദങ്ങളിലെ പൂർത്തിയാകാത്ത വാക്യങ്ങൾ, അധൂരയ വാക്യങ്ങൾ, അതായത് 1/4 ശ്ലോകങ്ങൾ, ഇവ പൂർത്തിയാക്കി വിസ്തരിച്ച് പറയും. 3 നേരവും എങ്ങനെ പൂജ ചെയ്യണമെന്ന് പറയും. അതിരാവിലെ പൂർണ്ണ പരമാത്മാവിനെ പൂജിക്കണം. ഉച്ചയ്ക്ക് ലോകത്തിലെ ദേവതമാരെ സൽക്കരിക്കണം. സന്ധ്യയ്ക്കുള്ള ആരതി വേറെ പറയും. അദ്ദേഹം ലോകത്തിന് ഉപകാരം ചെയ്യുന്ന യഥാർത്ഥ സന്താണ്. യജുർവേദം അധ്യായം 19 മന്ത്രം 25 സന്ധി ചെയ്ത അർദ്ധരീചെ ഉക്താനാം രൂപം പദേഹ ആപ്നോതി നിവിദ, പ്രണവേഹ ശസ്ത്രാണാം രൂപം പൈസ സോമ ആപ്യത്തെ. വിവർത്തനം: ഏതൊരു സന്ത് അർദ്ധഗ്രച്ഛേ വേദങ്ങളുടെ അർദ്ധവാക്യങ്ങൾ, അതായത് സാങ്കേതിക ശബ്ദങ്ങളെ പൂർണ്ണമാക്കി, നിവിത പൂർത്തിയാക്കുന്നു, പദേ ശ്ലോകത്തിന്റെ 4ാം ഭാഗം, അതായത് ആംശിക വാക്യങ്ങളെ, ഉപദാനമ സ്ത്രോത്രങ്ങളുടെ, രൂപമ രൂപത്തിൽ, ആപ്നോതി പ്രാപ്തമാക്കി തരുന്നു, അതായത് ആംശിക വിവരണത്തിനെ പൂർണ്ണമാക്കി മനസ്സിലാക്കിപ്പിച്ചു തരുന്നു. ശാസ്ത്രാണമ എങ്ങനെയാണോ ശാസ്ത്രങ്ങളെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയുന്ന അദ്ദേഹം രൂപമ പൂർണ്ണ രൂപത്തിൽ പ്രയോഗിക്കുന്നു. അങ്ങനെയുള്ള പൂർണ്ണസൻ പ്രണവയെ ഓംകാരം, അതായത് ഓം തത് സത് മന്ത്രങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കിപ്പിച്ച് പയസ പാലിൽ നിന്ന് വെള്ളത്തെ മാറ്റുന്നു, അതായത് വെള്ളമില്ലാത്ത പാല് വേർതിരിച്ച് തത്വജ്ഞാനം നൽകുന്നു. അതുകൊണ്ട് സേമ അമർ പുരുഷ, അതായത് അവിനാശിയായ പരമാത്മാവിനെ ആപ്യത്തെ പ്രാപിക്കാൻ കഴിയുന്നു. ആ പൂർണ്ണ സന്വേദങ്ങൾ അറിയുന്നവനാണ്. ഭാവാർത്ഥം: അദ്ദേഹമാണ് തത്വദർശി സന്ത്. ആരാണോ വേദങ്ങളിലെ സാങ്കേതിക ശബ്ദങ്ങൾ പൂർണ്ണമായി വിസ്തരിച്ച് വർണ്ണിക്കുന്നുവോ, അതുകൊണ്ട് പൂർണ്ണ പരമാത്മാവിനെ പ്രാപിക്കാൻ കഴിയുന്നുവോ, അദ്ദേഹം വേദങ്ങൾ അറിയുന്നവനെന്ന് പറയുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 129. യജുർവേദം അധ്യായം 19 മന്ത്രം 26 സന്ധി ചെയ്ത അശ്വിഭ്യാം പ്രാതഃ സവൻ ഇന്ദ്രേൻ ആന്ദ്രം മാധ്യന്തിനം, വൈശ്വദേവം സരസ്വത്യ തന്തിയം ആപ്തം സവൻ. വിവർത്തനം: ആ പൂർണ്ണ സന്ത് 3 നേരവുമുള്ള പൂജ, ഉപാസന പറഞ്ഞു തരുന്നു. അശ്വിഭ്യാമ സൂര്യോദയാസ്തമനത്താൽ ഒരു ദിവസത്തെ ആധാരമാക്കിക്കൊണ്ട് ഇന്ദ്രേണ ആദ്യത്തെ ശ്രേഷ്ഠതയിൽ തന്നെ എല്ലാ ദൈവങ്ങളുടെയും യജമാന്മാരും പൂർണ്ണ പരമാത്മാവിന്റെ പ്രാതഃ സവനമ പൂജ അതിരാവിലെ ചെയ്യണമെന്ന് പറയുന്നു. ഐന്ദ്രമ
അത് പൂർണ്ണ പരമാത്മാവിന് വേണ്ടിയാണ്. മറ്റൊന്ന് മാധ്യമത്തിനമ, ദിവസത്തിന്റെ മധ്യത്ത് ഉച്ച സമയത്ത് ചെയ്യാൻ പറയുന്നു. അത് വൈശ്യദേവമ, എല്ലാ ദേവന്മാരെയും സൽക്കരിക്കുന്നതിനു വേണ്ടി. സരസ്വത്യ, അമൃതവാണിയിൽ കൂടി പൂജ ചെയ്യാൻ പറയുന്നു. തൃതീയമ, മൂന്നാമതായി സവനമ, പൂജ വൈകുന്നേരം. ആപ്തമ, പ്രാപിക്കുന്നു. അതായത് 3 പ്രാവശ്യവുമുള്ള പൂജകൾ വ്യത്യസ്തങ്ങളായി പറയുന്നു. അങ്ങനെ പറയുന്ന സന്തുമാർ ജഗത്തിന് ഉപകാരികളാണ്. ഭാവാർത്ഥം: ഏതൊരു പൂർണ്ണസന്ധിന്റെ വിഷയത്തിലാണോ മന്ത്രം 25 പറയുന്നു, അത് ദിവസേന 3 പ്രാവശ്യം കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും പൂജ ചെയ്യണമെന്നാണ് പറയുന്നത്. രാവിലെയുള്ള പൂജ പൂർണ്ണ പരമാത്മാവിന് വേണ്ടി, ഉച്ചയ്ക്ക് എല്ലാ ദേവതമാരെയും സൽക്കരിക്കുന്നതിന്, വൈകുന്നേരത്തെ ആരതി മുതലായവ അമൃതവാണിയിൽ പറയുന്നതനുസരിച്ച് ചെയ്യണം. അത് ലോകം മുഴുവനും ഉപകാരപ്രദമായതാണ്. യജുർവേദം അധ്യായം 19 മന്ത്രം 30. സന്ധിഛേദ: വ്രതേൻ ദീക്ഷാം ആപ്നോതി, ദീക്ഷ ആപ്നോതി ദക്ഷിണാം, ദക്ഷിണ ശ്രദ്ധാം ആപ്നോതി, ശ്രദ്ധ സത്യമാപ്യത്തെ. വിവർത്തനം: വദേണ്ട, ദുസ്വഭാവങ്ങൾ. വ്രതം നോക്കുന്നത് കൊണ്ട്, അതായത് ബാങ്, മദ്യം, മാംസം, പുകയില മുതലായവ ഉപയോഗിക്കുന്നതിൽ നിന്ന് നിയന്ത്രണം പാലിക്കുന്ന ഭക്തർ. ദീക്ഷാമ, പൂർണ്ണസന്ധിൽ നിന്ന് സന്യാസം. ആപ്നോതി, സ്വീകരിക്കുന്നു, അതായത് അയാൾ പൂർണ്ണസന്ധിന്റെ ശിഷ്യനായി മാറുന്നു. ദീക്ഷയ, പൂർണ്ണസന്ധിൽ നിന്ന് സന്യാസം സ്വീകരിച്ച ശിഷ്യനിൽ നിന്ന് ദക്ഷിണാമ, ദാനം, ദക്ഷിണ. ആപ്നോതി, വാങ്ങുന്നു, അതായത് സന്ത് അയാളിൽ നിന്ന് ദക്ഷിണ വാങ്ങുന്നു. ആരാണോ സന്തിന്റെ ഉപദേശം സ്വീകരിച്ചത് അയാളിൽ നിന്ന് ഇതുപോലെ നിയമാനുസൃതം ദക്ഷിണ ഗുരുദേവനാൽ പറയുന്നതനുസരിച്ച് ആരാണോ ശ്രദ്ധയാ, ശ്രദ്ധയോടെ ഭക്തിയോടെ ചെയ്യുന്നതുകൊണ്ട് സത്യമാ, എല്ലായ്പ്പോഴും സുഖിയായും പരമാത്മാവിനെ, അവിനാശി പരമാത്മാവിനെ, ആപ്യത്തെ പ്രാപിക്കാനും കഴിയുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 130. ഭാവാർത്ഥം: പൂർണ്ണസന്ത് ആ വ്യക്തിയെ ശിഷ്യനാക്കി തീർക്കുന്നു. ആരാണോ സദാചാരി അവനെ മാത്രം. അഭോജ്യ ഭക്ഷണങ്ങൾ ഭക്ഷിക്കുന്നതിനെയും ലഹരി പദാർത്ഥങ്ങൾ സേവിക്കുന്നതിനെയും തടയുന്നു, അതായത് അവയിൽ നിന്നും മോചനം ലഭിക്കുന്നു. അങ്ങനെയുള്ള സദാചാരിയിൽ നിന്ന് പൂർണ്ണസന്ത് ദക്ഷിണ സ്വീകരിക്കുന്നു, അയാളെ ശിഷ്യനാക്കി തീർക്കുന്നു. പിന്നീട് ഗുരുദേവനിൽ നിന്നും സന്യാസം സ്വീകരിച്ച് ദാനദക്ഷിണ നൽകി അയാൾ തന്റെ ഭക്തി ശ്രദ്ധാപൂർവം വർദ്ധിപ്പിക്കുന്നു. ശ്രദ്ധയോടെ സത്യസന്ധമായ ഭക്തി ചെയ്യുന്നവന് പൂർണ്ണ പരമാത്മാവിനെ, അതായത് അവിനാശിയായ പരമാത്മാവിനെ പ്രാപിക്കാൻ കഴിയുന്നു, മോക്ഷം ലഭിക്കുന്നു. പൂർണ്ണസന്ത് ഭിക്ഷയോ സംഭാവനയോ പിരിക്കാറില്ല. കബീർ: ഗുരു ബിൻ മാല ഫേർത്തെ, ഗുരു ബിൻ ദേത്തെ ദാൻ, ഗുരു ബിൻ ദോനോ നിഷ്ഫൽ ഹെ, പൂछോ വേദ് പുരാൻ. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് 3 വിധത്തിലുള്ള മന്ത്രങ്ങൾ, നാമം 3 പ്രാവശ്യവും ഉപദേശം നൽകും. അതിനെക്കുറിച്ച് കബീർ സാഗർ ഗുരൻ പേജ് നമ്പർ 265 ബോധസാഗരത്തിൽ വർണ്ണിക്കുന്നു. ഗീത അധ്യായം നമ്പർ 17 ശ്ലോകം 23-ലും സാമവേദം സംഖ്യ നമ്പർ 822-ലും ഇതിന് ഉദാഹരണം കാണാം. കബീർ സാഗർ അമർമൂല ബോധസാഗർ പേജ് 265. तब कबीर अस कहेवे लीन्हा, ज्ञान भेद सकल कह दीन्हा, धर्मदास मैं कहो बिचारी, जेहिते निभय सब संसारी. प्रथम ही शिष्य हुए जो आई, ता कहे पान देहु तुम भाई, जब देखो तुम दृढ़ता ज्ञाना, ता कहे कहु शब्द प्रवाना. शब्द माही जब निश्चय आवे, ता कहे ज्ञान अगाध सुनावे. വീണ്ടും മനസ്സിലാക്കിപ്പിക്കുന്നു. बालक सम जाकर है ज्ञाना, तासु कहूं वचन प्रवाना. जाको सूक्ष्म ज्ञान है भाई, ताको स्मरण देहो लखाई. ज्ञान गम्य जाको पुनि होई, सार शब्द जाको कह सोई. जाको होए दिव्य ज्ञान परवेशा, ताको कहे तत्व ज्ञान उपदेशा. മുകളിൽ ഉദ്ധരിച്ച വാണിയിൽ നിന്നും സ്പഷ്ടമാണ്. എന്തെന്നാൽ കടിഹാർ, ഗുരു, പൂർണ്ണസൻ 3 വിധത്തിൽ 3 അവസ്ഥയിൽ സാരനാമം ഉപദേശം പ്രദാനം ചെയ്യുന്നു. 4ാമത്തെ അവസ്ഥയിൽ സാർ ശബ്ദം പ്രദാനം ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ കബീർ സാഗറിൽ തെളിവുകൾ പിന്നീടാണ് കണ്ടിരുന്നത്. എന്നാൽ ഉപദേശം വിധിപ്രകാരം ആദ്യമേ പൂജനായ ദാതാവ് ഗുരുദേവ്, അതായത് കബീർ സാഹിബ് ജി നമ്മുടെ സഹുമാന്യന് നൽകിയിരുന്നു. അദ്ദേഹം നമുക്ക് ആദ്യമേ 3 പ്രാവശ്യം നാമോപദേശവും സന്യാസവും നൽകിക്കൊണ്ടിരുന്നു.
നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 131. നമ്മുടെ ഗുരുദേവനായ രാംപാൽജി മഹാരാജ് ആദ്യം ശ്രീ ഗണേഷ്, ശ്രീ ബ്രഹ്മ സാവിത്രി, ശ്രീ ലക്ഷ്മി വിഷ്ണുജി, ശ്രീ ശങ്കർ, ശ്രീ പാർവതിജിയെയും മാതേശ്വര മാലിയുടെയും നാമം ജപിപ്പിക്കുന്നു. അവരുടെ വാസം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ചക്രങ്ങളിൽ ഉണ്ട്. മൂലാധാരമായ ചക്രത്തിൽ ശ്രീ ഗണേശ് ജി വസിക്കുന്നു. സ്വാത് ചക്രത്തിൽ ബ്രഹ്മാവും സാവിത്രിയും വസിക്കുന്നു. നാഭി ചക്രത്തിൽ ലക്ഷ്മിയും വിഷ്ണുവും വസിക്കുന്നു. ഹൃദയചക്രത്തിൽ ശങ്കറും പാർവതിയും വസിക്കുന്നു. കണ്ഠചക്രത്തിൽ ദുർഗ വസിക്കുന്നു. ഈ എല്ലാ ദേവീ ദേവതമാരുടെയും ആദി അനാദി നാമ മന്ത്രങ്ങൾ ഉണ്ട്. അത് വർത്തമാന കാലത്തിലെ, അതായത് ഇന്നത്തെ ഗുരുക്കന്മാർക്കറിയില്ല. ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ട് ഈ പഞ്ചചക്രങ്ങളും തുറക്കുന്നു. ഈ ചക്രങ്ങൾ തുറന്നതിന് ശേഷം മാത്രമേ മനുഷ്യന് ഭക്തിയുള്ളവനാകാൻ യോഗ്യതയുള്ളൂ. സദ്ഗുരു ഗരീബ് ദാസ് തന്റെ വാണിയിൽ ഉദാഹരണം സഹിതം പറയുന്നു: 5 नाम गुज गायत्री आत्म तत्व जगाओ, किलियम हरियम श्रिയം സോഹധ്യാവ്. ഭാവാർത്ഥം: 5 നാമങ്ങൾ ഗുജഗായത്രിയാകുന്നു. അവ ജപിച്ച് ആത്മാവിനെ ഉണർത്തണം. രണ്ടാമത്തെ പ്രാവശ്യം 2 അക്ഷരത്തിന്റെ ജപമാണ്. അതിൽ ഒന്ന് ഓം, മറ്റേത് തത്, അതായത് ഗുപ്തം രഹസ്യമാണ്, ഉപദേശി പറഞ്ഞു തരും. അത് ശ്വാസത്തിനോടൊപ്പം ജപിക്കണം. മൂന്നാമത്തെ പ്രാവശ്യം സാരനാമം നൽകുന്നു. അത് പൂർണ്ണമായും രഹസ്യമാകുന്നു. 3 നാമവും ജപിക്കണം എന്നതിന് ഉദാഹരണം അധ്യായം 17 ശ്ലോകം 23. ഓം തത് സത് ഇതി നിർദ്ദേശ ബ്രാഹ്മണഃ ത്രിവിധഃ സ്മതഃ ബ്രാഹ്മണാഃ തേൻ വേദാഃ ച യജ്ഞാഃ ച വിഹിതാഃ പുരാ. വിവർത്തനം: ഓം ബ്രഹ്മിന്റെ, തത് ഇത് സാങ്കേതിക മന്ത്രം പരബ്രഹ്മിന്റേത്, സത് പൂർണ്ണ ബ്രഹ്മത്തിന്റെ, ഇതി ഇങ്ങനെ, ത്രിവിധ 3 വിധത്തിൽ, ബ്രഹ്മണ പൂർണ്ണ പരമാത്മാവിന്റെ നാമത്തിൽ സ്മരിച്ചുകൊണ്ട്, നിർദ്ദേശം സംഖേത സ്മൃത പറയുന്നു, ടളം പൂര സൃഷ്ടിയുടെ ആദ്യകാലത്തിൽ, ഭ്രമണ വിദ്വാൻമാർ പറഞ്ഞു എന്തെന്നാൽ, തേന ആ പൂർണ്ണ പരമാത്മാവ്, വേദ വേദം, ച യജ്ഞ മുതലായ വിഹിത രചിച്ചു. സംഖ്യാ നമ്പർ 822 സാമവേദം ഉത്താർച്ചികം അധ്യായം 3 ഖാണ്ഡം നമ്പർ 5 ശ്ലോകം നമ്പർ 8. സന്ത് രാംപാൽദാസ് മുഖേന വിവരണം: മനീഷിഭ്യഃ പവത്തെ പൂർവ്യ കവിർനഭ്യഃ യതഃ പരികോശാനസ്യ ദത്രിതസ്യ നാംജന്യൻ മധുക്ഷരനാന ഇന്ദ്രസ്യ വായും സഖ്യായി വർദ്ധയൻ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 132. ശബ്ദാർത്ഥം: പൂർവ്യ സനാതന, അതായത് അവിനാശി. കവിർ നൃബി, കബീർ പരമേശ്വരൻ മനുഷ്യരൂപം ധരിച്ച്, അതായത് ഗുരുവിന്റെ രൂപത്തിൽ പ്രകടമായിട്ട്. മനീഷീഭി, ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ശ്രദ്ധയോടെ പൂജ ചെയ്യുന്ന ഭക്തന്. 3 നാമ മന്ത്രം, അതായത് നാമോപദേശം നൽകി. പവതേ പവിത്രമാക്കി. ജനയൻ ജന്മവും, ക്ഷരണ മൃത്യുവിൽ നിന്നും, ജനന മരണത്തിൽ നിന്ന്, ന മോചിപ്പിക്കുന്നു. തസ്യ അവന്റെ, വായുമ പ്രാണൻ, അതായത് ജീവൻ എണ്ണപ്പെടുന്നു. കോശാൻ തന്റെ ഭണ്ഡാരത്തിൽ നിന്ന്, സംഖ്യായ മിത്രതയുടെ ആധാരത്തിൽ, പരി പൂർണ്ണ രൂപത്തിൽ, വർദ്ധയൻ വർദ്ധിക്കുന്നു, യഥാ അക്കാരണത്താൽ, ഇന്ദ്രസ്യ പരമേശ്വരന്റെ, മധു വാസ്തവിക ആനന്ദത്തിൽ, അശിഷ്യദത്ത് തന്റെ ആശീർവാദം പ്രസാദമായി ലഭിക്കുന്നു. ഭാവാർത്ഥം: ഈ മന്ത്രത്തിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു എന്തെന്നാൽ, പൂർണ്ണ പരമാത്മാവ് കബീർ, അതായത് കബീർ മനുഷ്യ ശരീര രൂപത്തിൽ ഗുരുരൂപേണ പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവത് പ്രേമികൾക്ക് 3 നാമ ജപം നൽകി യഥാർത്ഥ ഭക്തി കൊടുക്കുന്നു. ആമിത്രനായ ഭക്തനെ പവിത്രനാക്കി തന്റെ ആശീർവാദത്താൽ പൂർണ്ണ പരമാത്മാവിനെ പ്രാപിച്ച് സുഖം അനുഭവിക്കാനിടയാക്കുന്നു. ഭക്തന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നു. ഇതിന് തെളിവ് ഉദാഹരണം ഗീത അധ്യായം 17 ശ്ലോകം 23 കൊടുത്തിട്ടുണ്ട്. എന്തെന്നാൽ ഓം തത് സത് ഇതി നിർദ്ദേശ ബ്രഹ്മണ ത്രിവിദ്യ സ്മൃത. ഭാവാർത്ഥം ഇതാണ്: പൂർണ്ണ പരമാത്മാവിനെ പ്രാപിക്കുന്നതിന് ഓം 1, തത് 2, സത് 3 ഈ മന്ത്രങ്ങൾ ജപിക്കുകയും സ്മരിക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു. ഈ നാമം തത്വദർശി സന്തിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. തത്വദർശി സന്തിന്റെ വിഷയത്തിൽ ഗീത അധ്യായം 4 ശ്ലോകം നമ്പർ 34 പറയുന്നു. ഗീത അധ്യായം നമ്പർ 15 ശ്ലോകം നമ്പർ 1-ലും 4-ലും തത്വദർശി സന്തിനെ തിരിച്ചറിയേണ്ടുന്ന വിധവും പറയുന്നുണ്ട്.
എന്തെന്നാൽ തത്വദർശി സന്ധിൽ നിന്ന് തത്വജ്ഞാനം അറിഞ്ഞിട്ട് അതിനുശേഷം ആ പരമപദ പരമേശ്വരനെ അന്വേഷിക്കണം. അവിടെ പോയതിനു ശേഷം ഭക്തൻ മടങ്ങി പിന്നെ ഈ ലോകത്തിലേക്ക് തിരികെ വരില്ല. അതായത് പൂർണ്ണ മോക്ഷം ലഭിക്കുന്നു. ആ പൂർണ്ണ പരമാത്മാവിനാലാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വിശേഷത: മുകളിൽ പറഞ്ഞ വിവരണത്തിൽ നിന്ന് സ്പഷ്ടമാണ് പരിശുദ്ധമായ 4 വേദങ്ങളും സാക്ഷിയാണ്. എന്തെന്നാൽ പൂജായോഗ്യനായത് പൂർണ്ണ പരമാത്മാവാണെന്ന കാര്യം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കബീർദേവ്, കബീർ പരമേശ്വർ ആകുന്നു. 3 മന്ത്രങ്ങളും ജപിക്കുന്നത് കൊണ്ട് മാത്രമേ പൂർണ്ണ മോക്ഷം ലഭിക്കുകയുള്ളൂ. ധർമ്മദാസ്ജിക്ക് പരമേശ്വർ കബീർ സാഹിബ് സാരശബ്ദം നൽകുന്നത് വിലക്കിയിരുന്നു. പറഞ്ഞിരുന്നു, എന്തെന്നാൽ സാരശബ്ദം ഏതെങ്കിലും കാലദൂതന്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ കഴിഞ്ഞുപോയ തലമുറയിലെ ഹംസം, അതായത് പുണ്യാത്മാക്കൾക്ക് മോചനം കിട്ടില്ല. കലിയുഗത്തിന്റെ ആരംഭത്തിൽ ആദ്യത്തെ തലമുറയിലെ ഭക്തർ അശിക്ഷിതരായിരുന്നു. കലിയുഗത്തിലെ അവസാനത്തിൽ അവസാന തലമുറയിലെ ഭക്തർ കൃതജ്ഞരായിരിക്കും. ഇപ്പോൾ വർത്തമാന കാലത്തിൽ ക്രിസ്താബ്ദം 1947 മുതൽ ഭാരതം സ്വതന്ത്രമായതിനു ശേഷം കഴിഞ്ഞ തലമുറ ആരംഭിക്കുന്നു. ക്രിസ്താബ്ദം 1951 സദ്ഗുരു രാംപാൽജി മഹാരാജനെ ദൂതനായി അയച്ചിട്ടുണ്ട്. ഇപ്പോൾ സർവഭക്തരും ശിക്ഷിതരാണ്. എല്ലാവരുടെയും അടുക്കൽ ശാസ്ത്രമുണ്ട്. ഇനി ഈ സത്മാർഗവും സത്സാധനയും ലോകം മുഴുവനും വ്യാപിക്കും. വ്യാജ ഗുരുക്കളും സന്ത് മഹന്ത് എല്ലാം ഒളിക്കും. അതുകൊണ്ട് കബീർ സാഗർ ജീവധർമ്മ ബോധസാഗർ പേജ് 1937 പറയുന്നു, ധർമ്മദാസ് തോഹി ലാഖ് ദുഹായി സാർ ശബ്ദ് കഹി ബാഹർ നഹി ജായി, സാർ ശബ്ദ് ബാഹർ ജോ പരി ഹെ, ബിച്ലി പീഡി ഹൻസ് നഹി തരി ഹെ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 133. പുസ്തക ധനി ധർമ്മദാസ് ജീവൻ ദർശൻ ഏവം വംശപരിചയത്തിലെ പേജിൽ എഴുതിയിട്ടുണ്ട്. എന്തെന്നാൽ 11ാം തലമുറയ്ക്ക് സിംഹാസനം കിട്ടിയില്ല. ആ മഹന്തിന്റെ പേര് ധീരജ് നാമ സാഹിബ്, കവർദായിൽ താമസിക്കുന്നു. അതിനുശേഷം 12ാമത്തെ മഹന്ത് ഉഗ്രനാമ സാഹിബ് ദാമോഖേഡയിൽ സിംഹാസനം ഉണ്ടായിരുന്നില്ല. ഇതിൽ നിന്നും സ്പഷ്ടമാണ് ലോകം മുഴുവനും സദ്ഗുരു രാംപാൽജി മഹാരാജിനെ കൂടാതെ യഥാർത്ഥ ഭക്തിമാർഗം ഉണ്ടാകില്ല. സന്ത് രാംപാൽജി മഹാരാജ് തന്റെ പ്രവചനങ്ങളിൽ വീണ്ടും വീണ്ടും പറയുന്നു, എന്തെന്നാൽ എല്ലാ ഭക്തരും ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. എന്തെന്നാൽ എന്നെ പ്രഭുവിനാൽ അയച്ച ദാസനാണെന്ന് അറിഞ്ഞ് അവരവരുടെ മംഗളകാര്യങ്ങൾ ചെയ്യണം. യഹ് സൻസാർ സമജ്താ നഹി കഹൻദാ ശ്യാം ദോപഹരേനു, ഗരീബ്ദാസ് യഹ് വക്ത് ജാത് ഹെ, റോവോഗെ ഇസ് പെഹരേനു. 12ാമത്തെ പന്തിന്റെ വിഷയത്തിൽ കബീർ സാഗർ കബീർ വാണി പേജ് നമ്പർ 136 137 വാണി എഴുതിയിട്ടുണ്ട്. ഗരീബ്ദാസ് പന്ത 12ാമത്തെ പന്തിൽ എഴുതിയിട്ടുണ്ട്. കബീർ സാഗർ കബീർ ചരിത്ര ബോധ പേജ് 1870. संवत 1775 हुई ता दिन प्रेम प्रगटे जग सोई, साखी हमारी ले जीव समझावे, असंख्य जन ठोर नहीं पावे. 12वें पंथ प्रगट है बानी, शब्द हमारे की निर्णय ठानी. अस्थिर घर का मरम न पावे, ये 12 पंथ हम ही को ध्यावे. 12वें पंथ हम ही चली आवे, सब पंथ मेटी एक ही पंथ चलावे. रमदास मोरी लाख दोहाई, सार शब्द बाहर नहीं जाई. सार शब्द बाहर जो परही, बिछली पीढ़ी हंस नहीं तरही. तेते सर्व ज्ञान हम भाखा, सार शब्द गुप्त हम राखा. मूल ज्ञान तब तक छुपाई, जब लग 12 पंथ मिट जाई. ഇവിടെ സാഹിബ് കബീർജി തന്റെ ശിഷ്യനായ ധർമ്മദാസിനെ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുന്നു. എന്തെന്നാൽ സംവത് 1775 എന്റെ അറിവിന്റെ പ്രചാരണം ഉണ്ടാകും. അത് 12ാമത്തെ പന്ത് ആയിരിക്കും. 12ാമത്തെ പന്തിൽ നമ്മുടെ വാണി പ്രകടമാകും. എന്നാൽ യഥാർത്ഥ ഭക്തിമാർഗം ആയിരിക്കില്ല. പിന്നീട് 12ാമത്തെ പന്തിൽ നാം, അതായത് ഞാൻ തന്നെ വരും. എല്ലാ പന്തകളും നശിപ്പിച്ചിട്ട് കേവലം ഒരു പന്ത മാത്രമേ നടത്തിക്കും, പ്രചരിപ്പിക്കും. എന്നാൽ ധർമ്മദാസ്, നിനക്ക് ലക്ഷം ഭാഗ്യമുണ്ട്. ഈ സാരശബ്ദം ഏതെങ്കിലും കുപാത്രത്തിന്, ദുഷ്ട ആത്മാവിന് കൊടുക്കരുത്. എങ്കിൽ കഴിഞ്ഞ തലമുറയിലെ ഹംസ, അതായത് നല്ല ആത്മാക്കൾക്ക് മോക്ഷം കിട്ടില്ല. അതുകൊണ്ട് എപ്പോൾ വരെ പന്ത നശിച്ച് ഒരു പന്ത മാത്രം പ്രചരിക്കുന്നുവോ അതുവരെ ഞാൻ മൂലജ്ഞാനം ഒളിപ്പിച്ചു വെക്കും.
നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 134. സന്ത് ഗരീബ് ദാസ് ജി മഹാരാജിന്റെ വാണിയിൽ നാമത്തിലുള്ള മാഹാത്മ്യം. നാം അഭയപद ऊंचा संतो, नाम अभयपद ऊंचा, राम दुहाई साच कहत हूँ, सतगुरु से पूछा, कहे कबीर पुरुष बरियामन, गरीबदास एक नौका नाम, नाम निरंजन नीका संतो, नाम निरंजन नीका, तीर्थ व्रत थोथरे लागे, जब तब संजम फीका, गस तुरक पालकी अर्था, नाम बिना सब दानम व्यर्था, कबीर नाम गहे सो संत सुजाना, नाम बिना जग उलझाना, ताही ना जाने ये संसारा, नाम बिना सब जम के चारा. संत नानक का साहिब ജിയുടെ വാണിയിൽ നാമമാഹാത്മ്യം. नानक नाम चढ़दी कला, तेरे भाने सरबत दा भला, नानक दुहखिया सब संसार, सुखिया सोए नाम आधार, जाप ताप ज्ञान सब ध्यान, षट शास्त्र सिमरत व्याखान, जोग अभ्यास कर्म धर्म सब क्रिया, सगल त्यागवन मध्य फिरिया, अनेक प्रकार किए बहुत यत्ना, दान पुण्य हो मैं बहु रत्ना, शीश कटाए हो मैं कर राती, व्रत नेम करे बहु भांति, नहीं तुल्य राम नाम विचार, नानक गुरुमुख नाम जपिए एक बार. പരമപൂജ്യ കബീർ സാഹിബ് കബീർ ദേവിന്റെ അമൃതവാണി. संतो शब्दई शब्द बखाना, शब्द फांस फसा सब कोई शब्द नहीं पहचाना, प्रथम ही ब्रह्मा स्वम इच्छा ते पांचों शब्द उचारा, सोहम निरंजन रंगकार शक्ति और ओंकारा, पांचों तत्व प्रकृति तीनों गुण उपजाया, लोक द्वीप चारों खान 84 लख बनाया, शब्दे काल कलंदर कहिए शब्दे भरम भुलाया, 5 शब्द की आशा में सर्वस मूल गवाया, शब्दे ब्रह्मा प्रकाशमेंट के बैठे मुंडे द्वारा, शब्दे निर्गुण शब्दे सरगुण, शब्दे वेद पुकारा, शुद्ध ब्रह्मा काया के भीतर बैठ करे स्थाना, ज्ञानी योगी पंडितों सिद्ध शब्द में उलझाना, पांचे शब्द 5 है मुद्रा काया बीज ठिकाना, जो जिसंक आराधन करता सो तिही करत बखाना, शब्द निरंजन चांचरी मुद्रा है नैनन के माही, ताको जाने गोरख योगी महा तेज तप माही, शब्द ओंकार भूचरी मुद्रा त्रिकुटी है स्थाना, व्यास देव ताही पहचाना चांद सूर्य तिही जाना, सोहा शब्द अगोचरी मुद्रा भंवर गुफा स्थाना, शुकदेव मुनि ताही पहचाना सुन अनहद को काना, शब्द रंगकार खेचरी मुद्रा 10वें द्वार ठिकाना, ब्रह्मा विष्णु महेश आदि लो रंगकार पहचाना, शक्ति शब्द ध्यान, उन्मुनि मुद्रा बसे आकाश सनेही, झिलमिल झिलमिल जोत दिखावे जाने जनक विदेही, 5 शब्द 5 है मुद्रा सो निश्चय कर जाना, आगे पुरुष पुराण निहक्षर तिनकी खबर न जाना, 9 नाथ 84 सिद्धि लो 5 शब्द में अटके, मुद्रा साध रहे घट भीतर फिर ऊंधे मुख लटके, 5 शब्द 5 है मुद्रा लोक द्वीप यमजाला, कहे कबीर अक्षर के आगे निहक्षर का उजियाला. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 135. ഈ വാക്കുകൾ സന്തോ സബ്ദാദി ശബ്ദ ബഖാന എഴുതിയതാകുന്നു. എല്ലാ സഞ്ജനങ്ങളും ശബ്ദം നാമത്തിന്റെ മഹിമ വർണ്ണിക്കുന്നു. പൂർണ്ണബ്രഹ്മ കബീർ സാഹിബ് ജി പറയുന്നു, എന്തെന്നാൽ ശബ്ദം സത്പുരുഷന്റേതാണ്, അത് സത്പുരുഷന്റെ പ്രതീകമാണ്. ജ്യോതി നിരഞ്ജന്റെ അതായത് കാലന്റെ പ്രതീകവും ശബ്ദമാണ്. അങ്ങനെ ശബ്ദ ജ്യോതി നിരഞ്ജൻ ഈ ബുംശരി മുദ്രയെ പ്രാപ്തമാക്കുന്നു, അതായത് പ്രാപിക്കാൻ സഹായിക്കുന്നു. ഇതിനെ ഗോരഖ് യോഗി വളരെയധികം തപസ് ചെയ്ത് പ്രാപിച്ചതാണ്. അത് സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമല്ല, അതായത് സാധാരണ ജനങ്ങൾക്ക് അസാധ്യമാണ്. ഗോരഖ്നാഥ കാലനെ വരെ പൂജ ചെയ്ത് സാധന ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മുക്തനായില്ല, മോക്ഷം കിട്ടിയില്ല. കബീർ സാഹബ് സത്യനാമോപദേശവും സാരനാമവും നൽകിയതിനു ശേഷമാണ്
ഗോരഖ്നാഥന് മോചനം കിട്ടിയത്, അതായത് മോക്ഷം കിട്ടിയത്. അതുകൊണ്ട് ജ്യോതി നിരഞ്ജന്റെ നാമജപം ജപിക്കുന്നവർ കാലന്റെ വലയിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല, അതായത് സത്യലോകത്തിൽ പോകുന്നില്ല. ശബ്ദ ഓംകാർ ഓം ജപിക്കുന്നത് കൊണ്ട് ബുംചരി മുദ്രയുടെ സ്ഥിതിയിൽ ഭക്തൻ എത്തിച്ചേരുന്നു. വേദവ്യാസൻ സാധന ചെയ്ത് പൂജ ചെയ്ത് കാലവലയിൽ തന്നെ കുരുങ്ങിക്കിടന്നു. സോഹം കാലലോകത്തിലെ ബമ്പർ ഗുഹയിൽ എത്തിച്ചേരും. ആ പൂജ സുഖദേവ ഋഷി ചെയ്ത് കേവലം വിഷ്ണു ലോകത്തിൽ എത്തിച്ചേരുകയും ബുൻചരി മുദ്ര പ്രാപിക്കുകയും ചെയ്യും. ശബ്ദ് രരങ്കാർ ഗൈൻചരി മുദ്ര 10ാമത്തെ വാതിലിൽ സുഷമണ വരെ എത്തിച്ചേർന്നു. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ 3 പേരും രരൻകാറിനെയാണ് സത്യമെന്ന് കരുതി കാലന്റെ വലയിൽ കുരുങ്ങി. ശക്തി ശ്രീയമ ശബ്ദം കൊണ്ട് ഉന്മനി മുദ്ര പ്രാപ്തമാകുന്നു. അത് രാജാജനകന് കിട്ടിയതാണ്. എന്നാൽ അദ്ദേഹത്തിനും മോക്ഷം കിട്ടിയില്ല. പല സന്തുകളും നാമത്തിൽ ശക്തിയുടെ സ്ഥാനത്ത് സത്യനാമം ചേർത്തു. എന്നാൽ സത്യനാമം ഒരു ജപമല്ല. ഇത് യഥാർത്ഥ നാമത്തെ പോലെ വെറും ആംഗ്യമാകുന്നു. സത്യലോകത്തിന് സച്ചഖണ്ഡമെന്നും പറയുന്നു. അങ്ങനെയാണ് സത്യനാമം സച്ചനാമമായത്. വെറുതെ സത്യനാമം സത്യനാമം എന്ന് പറയുന്നത് ജപമല്ല. ഈ 5 ശബ്ദങ്ങളുടെ പൂജ ചെയ്യുന്നവൻ നൗനാഥ, അതായത് 84, 84 സിദ്ധൻ പോലും ഇതുവരെ ഒതുങ്ങി നിൽക്കും. ശരീരത്തിൽ ഘടമേം തന്നെ ധ്വനി കേട്ടിട്ട് ആനന്ദം അനുഭവിക്കും. വാസ്തവികമായ സത്യലോക സ്ഥാനം ശരീര പിണ്ഡത്തിൽ നിന്ന് അണ്ഡം ബ്രഹ്മാണ്ടത്തിന് അപ്പുറമാണ്. അതുകൊണ്ട് വീണ്ടും മാതാവിന്റെ ഗർഭത്തിൽ എത്തിച്ചേരുന്നു. തലകീഴായി കിടന്ന് ജനനമരണ കഷ്ടപ്പാടുകൾ തീരുന്നില്ല. ഏതൊരു ഉപലബ്ധി ഭാഗ്യം ശരീരത്തിന് ഘട ഉണ്ടോ അത് കാലൻ ബ്രഹ്മ വരെ മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ പൂർണ്ണ പരമാത്മാവിന്റെ സ്വന്തം സ്ഥലം സത്യലോകം, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പ്രകാശം, പരബ്രം മുതലായവ വളരെ ദൂരെയാണ്. അതിനുവേണ്ടി പൂർണ്ണ സന്തിന് മാത്രമേ പൂർണ്ണ പൂജ, അതായത് സാധന പറഞ്ഞു തരാൻ കഴിയൂ. അത് 5 നാമങ്ങളിൽ നിന്നും ഭിന്നമാണ്. संतो सद्गुरु मोहे भावे जो नैनन अलख लखावे, धोलत धिगे ना बोलत बिसरे सत उपदेश दढ़ावे, आँख ना मूंदे कान ना हृदय ना अनह दुर्झावे, प्राण पूंज क्रियाओं से न्यारा सहज समाधि बतावे. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത്രാം പാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 136. ഗഢരാമായണം എഴുതിയ ആദരണീയ തുളസീദാസ് സാഹിബ് ജി കൈരസമുള്ളതിനെ കുറിച്ച് സ്വയം പറയുന്നു. ഗഢരാമായണം പ്രഥമ ഭാഗം, പേജ് നമ്പർ 27. पांचों नाम काल के जानो तब दानी मन संका आनो, सुरती निरत ले लोक सिधाओ, आदि नाम ले काल गिराओ, सतनाम ले जीव उबारी, अस चल जाओ पुरुष दरबारी, कबीर कोटि नाम संसार में इनसे मुक्ति न हो, सार नाम मुक्ति का दाता वाको जाने न कोए, पूरा सद्गुरु सोए कहावे, दोए अखर का भेद बतावे, एक छुड़ावे एक लखावे तो प्राणी निज घर जावे. ഗുരു നാനക് ജിയുടെ വാണിയിൽ 3 നാമത്തിനുള്ള മഹാത്മ്യം. ജയ पंडित तू पढ़िया बिना दू अखर दू नामा, परनवत नानक एक लंघाए जे कर सच समावा, वेद कतब सिमृत सब सांसद इन पढ़ी मुक्ति न होई, एक अक्षर जो गुरुमुख जापे तिसकी निर्मल होई. ഭാവാർത്ഥം. ഗുരു നാനക് ജി മഹാരാജ് തന്റെ വാക്കുകളിൽ കൂടി മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. എന്തെന്നാൽ ആരാണോ 2 അക്ഷരത്തിന്റെ ജപത്തെക്കുറിച്ച് അറിയുന്നുവോ അയാളാണ് പൂർണ്ണ സദ്ഗുരു. അതിലൊന്ന് കാലന്റെ മായാബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നു, മറ്റൊന്ന് പരമാത്മാവിനെ കാണിച്ചു തരുന്നു, മൂന്നാമത്തേത് ഒരക്ഷരമുണ്ട്, അത് പരമാത്മാവിനോട് ചേർക്കുന്നു. സന്ത് ഗരീബ് ദാസ് ജി മഹാരാജിന്റെ അമൃതവാണിയിൽ ശ്വാസത്തിന്റെ നാമമാഹാത്മ്യത്തിന് തെളിവ്. ഗരീബ് स्वांसा पारस भेद हमारा जो खोजे सो उतरे पारा, स्वांसा पारा आदि निशानी जो खोजे सो होए दरबानी, गरीब स्वांसा ही में सार पद, पद में स्वांसा सार, दम देही का खोज करो आवागमन निवार, गरीब स्वान सुरती के मध्य है न्यारा कदे नहीं हुए, सतगुरु साक्षी भूत कुंकुम राखो सुरती समोए, गरीब 4 पदार्थ उर में जोवे, सुरती निर्ति मन पवन समोवे, सुरती निर्ति मन पवन पदार्थ नाम करो इकतर यार,
द्वादश अंदर समोए दिल अंदर दीदार। कबीर कहता हूँ कहीं जात हूँ, कहूँ बजाकर ढोल। स्वांस जो खाली जात है, तीन लोक का मोल। कबीर माला स्वांस उस्वांस की, सेरेंगे निज दास। 84 ഭ്രമേ नहीं, कटैन कर्म की फांस। ഗുരു നാനക് ദേവ് ജിയുടെ വാണിയിൽ ഉദാഹരണം. ചഹൗ കാ സംഗ്, ചഹൗ കാ മീत, जामे चारी हटावे नित। मन पवन को राखे बंद, लहे त्रिकुटी त्रिवेणी संध। अखंड मंडल में सुन्न समाना, मन पवन सचखंड टिकाना। 3 പ്രാവശ്യം നാമം നൽകുന്നവനാണ് പൂർണ്ണ സദ്ഗുരു. ശ്വാസക്രിയയോടൊപ്പം സ്മരിക്കുന്നതിനുള്ള രീതിയും പറയണം. അപ്പോൾ മാത്രമേ ജീവിക്ക് മോക്ഷം കിട്ടുകയുള്ളൂ. അതായത് പരമാത്മാവ് സത്യമാണ്. ശരിക്കും അതുപോലെ പരമാത്മാവുമായുള്ള സാക്ഷാത്കാരം, അഭിമുഖം, മോക്ഷം കിട്ടുന്ന രീതി മുതലായവ ആദി, അനാദി എന്നിവ സത്യമാണ്. ഇതൊന്നും ഒരിക്കലും മാറുന്നില്ല. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 137. ഗരീബ് ദാസ് ജി മഹാരാജ തന്റെ വാക്കുകളിൽ കൂടി പറയുന്നു, ഭക്തി 20 പൽത്ത നഹി, യുഗ് ജാഹി അസംഖ്। സായി സിർ पर राखियो 84 नहीं शंख। गीसा आए एको देश से, उतरे एको घाट। समझो का मार्ग एक है, मूर्ख 12 बाट। कबीर भक्ति 20 पलटा नहीं, आन पड़े बहु झोल। जय कंचन विष्टा परे, घटे न ताका मूल। വളരെയധികം മഹാപുരുഷന്മാർക്ക് യഥാർത്ഥ നാമത്തെക്കുറിച്ച് അറിയില്ല. അവർ മനസ്സിൽ വരുന്ന നാമം പറയുന്നു. അതുകൊണ്ട് സുഖമുണ്ടാകില്ല, മോക്ഷവും കിട്ടുന്നില്ല. ചിലർ പറയുന്നു തപസ്, ഹവൻ, യജ്ഞം എന്നിവ ചെയ്യണമെന്ന്. ചില മഹാപുരുഷന്മാർ കണ്ണ്, ചെവി, വായ് എന്നിവ അടച്ച് മനസ്സിൽ ധ്യാനിക്കാൻ പറയുന്നു. ഇതെല്ലാം തന്നെ അവരവരുടെ മനസ്സിൽ തോന്നിയതുപോലെയാണ്. എന്നാൽ കബീർ സാഹിബ്, സന്ത് ഗരീബ് ദാസ് മഹാരാജ്, ഗുരു നാനക് ദേവ്ജി എന്നിവർ ഇതെല്ലാം തന്നെ എതിർക്കുന്നു. കേവലം ഒരു നാമം ജപിക്കാനാണ് അവർ പറയുന്നത്. ഒരു നോസ്ട്രഡോമസ് എന്നു പേരുള്ള ഭാവി പ്രവാചകനുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ എല്ലാ ഭാവി പ്രവചനങ്ങളും സത്യമായിരുന്നു. ഏകദേശം 400 വർഷം മുൻപ് എഴുതുകയും പറയുകയും ചെയ്തവയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്തെന്നാൽ ക്രിസ്താബ്ദം 2006 ഒരു ഹിന്ദു സന്ത് പ്രത്യക്ഷപ്പെടും. അതായത് അയാളെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യും. ആ സന്ത് മുസൽമാനായിരിക്കില്ല, ക്രിസ്ത്യാനിയായിരിക്കില്ല, അയാൾ വെറും ഹിന്ദുവായിരിക്കും. അയാൾ മുഖാന്തരം പറയുന്ന ഭക്തിമാർഗം എല്ലാത്തിൽ നിന്ന് ഭിന്നവും സത്യത്തിന് ആധാരവുമായിരിക്കും. അയാളെ അറിവിന്റെ കാര്യത്തിൽ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. 2006 അയാൾക്ക് 50നും 60നും ഇടയ്ക്ക് പ്രായമുണ്ടാകും. സന്ത് രാംപാൽ മഹാരാജിന്റെ ജനനം 1951 സെപ്റ്റംബർ 8 2006 വയസ്സ് 55. ഭവിഷ്യവാണി ശരിയായിരുന്നു. ആ ഹിന്ദു സന്ത് മുഖാന്തരം പറഞ്ഞ അറിവ്, ജ്ഞാനം ലോകം മുഴുവൻ സ്വീകരിക്കും. ആ ഹിന്ദു സന്തിന്റെ അധ്യക്ഷതയിൽ ഭാരതത്തിൽ ഭരണം നടക്കും. ആ സന്തിന്റെ ആജ്ഞയിൽ സർവകാര്യവും നടക്കും. അദ്ദേഹത്തിന്റെ മഹിമ ആകാശത്തിനും മുകളിലായിരിക്കും. നോസ്ട്രഡോമസ് മുഖാന്തരം പറഞ്ഞ സാങ്കേതിക സന്ത് രാംപാൽജി മഹാരാജാണ്. അദ്ദേഹം 2006 പ്രസിദ്ധനായി. പക്ഷെ അറിവില്ലാത്തോർ പല അപവാദങ്ങളും പറഞ്ഞ് പ്രസിദ്ധനാക്കി. എന്നാൽ സന്തിൽ ഒരു ദോഷവുമില്ല. മുകളിൽ ഉദ്ധരിച്ച ലക്ഷണമെല്ലാം തത്വദർശിയായ സന്ത് രാംപാൽ മഹാരാജിൽ കാണാൻ കഴിയും.